did a puja. അത് ദേവസ്വം ബോർഡിലെ somebody leaked that. മമ്മൂട്ടിയുടെ അറിവോട് കൂടിയാണ് മോഹൻലാൽ ഇത് ചെയ്തതെങ്കിൽ മമ്മൂട്ടി തൗബ ചെയ്യണം, മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയുകയാണെങ്കിൽ. അല്ല, മമ്മൂക്ക പറയില്ല, ഞാൻ ഇന്ന ദൈവത്തിൽ മാത്രമാണ് വിശ്വസിക്കുന്നത്, മറ്റൊരു ദൈവത്തിലും എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കരുതേ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് പ്ലീസ്, ഞാൻ ആ ദൈവത്തെ അല്ല മറ്റു മതത്തിലുള്ള ഒരാളോട് പ്രാർത്ഥിക്കുമ്പോൾ അയാൾ പ്രാർത്ഥിക്കരുത്, ഞാൻ എൻ്റെ ദൈവത്തെ മാത്രമേ വിശ്വസിക്കത്തുള്ളൂ, നിൻ്റെ ദൈവം കൊള്ളൂല എന്ന് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇട്ടം പോലും നോക്കണ്ട, സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ പിടിച്ചൊന്ന് കിണുകിണ അടിച്ചിടുക. നമ്മളിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പടപട എത്തിച്ചേരുന്നതായിരിക്കും. അതുപോലെ ഈ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിലേക്ക് വരിക, എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ആയിട്ട് ഇടുക, കുറഞ്ഞ പക്ഷേ ഒരു ലൈക്കോ ഒരു ഹാർട്ടോ കമൻറ്റ് ആയിട്ട് ഇടുക. നമ്മുടെ ഈ വീഡിയോ റീച്ച് ആകാനായിട്ട് നിങ്ങളുടെ കമൻറ്റുകൾ വളരെയധികം നമ്മളെ സഹായിക്കും. അപ്പോൾ നല്ല മനസ്സിനുടമകളായിട്ടുള്ള, സഹായിക്കാൻ മനസ്സുള്ള, സൽസ്വഭാവികളായിട്ടുള്ള കുട്ടികളെല്ലാം കമൻറ്റ് ഇട്ടിട്ട് തിരിച്ചു കയറി വരൂ. നമുക്കപ്പോൾ അധികം ലാഗ് അടുപ്പിച്ച് കുളവാക്കാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണോ? നിങ്ങൾ ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ മറ്റ് മതത്തിൽ വിശ്വസിക്കുന്ന ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടോ? ആ സുഹൃത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല. മനസ്സിലായോ? അതായത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മതത്തിലുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. മറ്റൊരുത്തൻ്റെ വിഷമം കണ്ടിട്ട് അവൻ നമ്മുടെ മതത്തിൽ പ്രാർത്ഥിക്കരുത്. അത്തരത്തിലൊരു സാധനമാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മോഹൻലാൽ ശബരിമലയ്ക്ക് പോയപ്പോഴത്തേനും അവിടെ മമ്മൂട്ടിയുടെ പേരിൽ ഒരു എന്തൊരു പേര് വഴിപാട് കഴിച്ചു. ആ സംഭവത്തിൻ്റെ പേര് എനിക്കറിയത്തില്ല. ആ സംഭവം ചെയ്തത് ഭയങ്കര പ്രശ്നമായിട്ട് മാറി. അത് നാട്ടുകാർക്ക് പ്രശ്നമില്ല, കണ്ടിരിക്കുന്ന കുറേ പൊട്ടന്മാർക്കാണ് പ്രശ്നം. ഏതായാലും ഇതിപ്പോൾ വിവാദമുള്ള കാരണം, അതായത് നമ്മളെല്ലാം ലാലേട്ടൻ ഇക്കയ്ക്ക് വേണ്ടി വഴിപാട് കഴിച്ചു, അടിപൊളി സൂപ്പർ, അവരുടെ സ്നേഹം, അവരുടെ സൗഹൃദം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേനും ഈ ലാലേട്ടൻ തമിഴ്നാട്ടിൽ എമ്പുരാൻ്റെ പ്രൊമോഷനുമായിട്ട് ചെന്നിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. ഒരു പ്രസ് മീറ്റ്. ആ പ്രസ് മീറ്റിൽ ലാലേട്ടൻ പറഞ്ഞൊരു സാധനമാണ് വള്ളി പിടിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം ലാലേട്ടൻ പറഞ്ഞ സാധനം കാണാം. இப்போ சபரிமலைக்கு போயிட்டு மம்முட்டி சாருக்கு உடல் நலம் தேரணும் அப்படின்னு நீங்க பிரார்த்தனை பண்ணிருக்கீங்க. சோ உங்களுடைய அந்த ஆழமான நட்பு பத்தி ஏதாவது சொல்லுங்களேன். அதுக்கு எதுக்கு சொல்ல, நாம் சபரிமலை போய் நான் அவருக்கு வேண்டிட்டு பூஜா. അത് ദേവസ്വം ബോർഡിലെ somebody leaked that. അതായത് ഇതാണ് ലാലേട്ടൻ പറഞ്ഞത്. ദേവസ്വം ബോർഡിലെ ആരും അത് ലീക്ക് ചെയ്തു. ദാറ്റ് മീൻസ് ലാലേട്ടൻ അല്ല അത് ലീക്ക് ചെയ്തത്. ലാലേട്ടൻ ഒരു പ്രൊമോഷന് വേണ്ടി ചെയ്തതല്ല, എൻ്റെ സുഹൃത്തിന് വേണ്ടി ചെയ്തതാണ്. ദേവസ്വം ബോർഡിലെ ആരും അത് ലീക്ക് ചെയ്തു. ഇതാണ് വള്ളി പിടിച്ച സാധനമേ. ബാക്കി നമുക്ക് കേൾക്കാം. അത് എതുക്ക് சொல்லணும்? ഇറ്റ്സ് ഓൾ വെരി പേഴ്സണൽ അല്ലേ? ഉങ്ങൾക്കാக ഒരു പ്രേ പண்றது why should you tell? நிறைய பேர் பாருங்க, I will pray for you എന്നിട്ട് அப்படியே வேற ஏதாவது பேசிட்டு இருக்கும். if I pray for you சொன்னா you must pray இல்லையா? சோ அது மாதிரி என்னோட ஃப்ரெண்ட், அவர் என்னோட ஒரு பிரதர். சோ இட்ஸ் நத்திங் ராங். உங்களுக்காக நான் ப்ரே பண்ணலாம். சார் உங்களை பார்த்தாலும் ஒரு சபரிமலை மாதிரி இருக்கு. தேங்க்யூ சார். சார் அதே கேள்வியோட கண்டினியூஸ். மம்முட்டி சார் நாங்க தமிழ்நாட்டிலேயே நிறைய நாங்க கொண்டாடுறோம், இது பண்ணுவோம். மம்முட்டி சாரோட ஹெல்த் பத்தி நிறைய கான்ட்ரவர்சி, நிறைய இதாயிட்டு இருக்கு. நீங்க ஒரு ஃப்ரெண்டா இருக்கீங்க, உண்மையில அவர் எப்படி இருக்காரு? உங்கள்கிட்ட பேசினாரா? இஸ் ஃபைன். அவருக்கு என்னமோ சின்ன ஒரு ப்ராப்ளம் இருந்தது, எல்லாருக்கும் இருக்கும். அது மாதிரி தான். നത്തിങ് ടു വറി. അപ്പോൾ മമ്മൂട്ടി സാറിന് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നെന്ന് പുള്ളിക്കാർ സമ്മതിച്ചിട്ടുണ്ട്. അത് ഊഹാപോഹങ്ങളായി നമുക്ക് ചുറ്റും കിടന്ന് കറങ്ങുകയായിരുന്നു. ഏതായാലും അതിനകത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് സംഭവം. അപ്പോൾ ദേവസ്വം ബോർഡിൽ നിന്ന് ഈ സാധനം ലീക്കായെന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. ഇതിന് ദേവസ്വം ബോർഡ് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഞങ്ങളൊന്നുമല്ല, നിങ്ങളാണ് ലീക്ക് ചെയ്തത്, നിങ്ങൾക്ക് ഭക്തർക്ക് കൊടുക്കുന്ന സാധനമാണ് ലീക്കായത്, നമ്മുടെ കയ്യിൽ നിന്ന് ലീക്കായിട്ടില്ല, നമ്മളങ്ങനെ ലീക്ക് ചെയ്യുന്ന ഒരാളുമല്ല എന്ന് ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതൊന്നും കണ്ടു നോക്കാം. കുട്ടി വിശാഖം എന്ന നക്ഷത്രത്തിലാണ് മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടി വഴിപാട് നടത്തിയത്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വേണ്ടി വഴിപാട് നടത്തിയത്. അതിൽ ഒരു രസീത് പുറത്തു വരികയാണ് ചെയ്തത് വഴിപാട് നടത്തിയത്. അപ്പോൾ അതേക്കുറിച്ച് മോഹൻലാൽ ഇന്നലെ ചെന്നൈയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഒരു ചോദ്യമായി വിഷയം വന്നപ്പോൾ, താൻ വ്യക്തിപരമായി നടത്തുന്ന ഒരു പ്രാർത്ഥനയെക്കുറിച്ച് എന്തിന് പുറത്തു പറയണം? അതായത് ആ രസീത് ചോർത്തിയത് താനല്ല, അത് കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. അത് ദേവസ്വം ബോർഡിലെ ചിലർ ലീക്ക് ചെയ്തതാണ് എന്നാണ്. അതായത് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തൊരു വീഴ്ചയുണ്ട് എന്ന് തന്നെയാണ് അതിൽ മോഹൻലാൽ പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇന്ന്
ഇതിലൊരു വിശദീകരണം ഇറക്കിയിരിക്കുന്നു. മോഹൻലാലിന് ഇക്കാര്യത്തിൽ തെറ്റിദ്ധാരണയുണ്ട്. തെറ്റിദ്ധാരണയിലൂടെയാണ് ഇത് പറഞ്ഞത്. ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരല്ല ഈ വഴിപാട് ചോർത്തിയത്, വഴിപാടിന്റെ രസീത് ചോർത്തിയത് എന്നതാണ്. അതിന് അവർ കാരണം പറയുന്നത് ഈ വഴിപാടിന്റെ ആരാണ് വഴിപാട് നടത്തുന്നത് ആ ആൾക്ക്, അല്ലെങ്കിൽ മോഹൻലാലിന് നൽകിയ രസീതിന്റെ ഭാഗമാണ് പുറത്തു വന്നത്. കൗണ്ടർ ഫോയിൽ ആണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത്. അപ്പോൾ അതാണ് സംഭവം. കൗണ്ടർ ഫോയിലാണ് കൊടുത്തത്. കൗണ്ടർ ഫോയിൽ എന്ന് പറഞ്ഞാൽ ഒരു സ്ലിപ്പ് എടുക്കുമ്പോഴത്തേന് ഏതൊരു കൂപ്പൺ എടുത്താൽ 2 ഭാഗം ഉണ്ടാവും. ഇത് അവർ മറ്റേ രസീത് കുറ്റി പോലത്തെ സാധനത്തിൽ സൂക്ഷിക്കും, അല്ലെങ്കിൽ രസീത് ബുക്കിൽ സൂക്ഷിക്കും. ഈ സാധനം ക്രിക്കെന്ന് കീറി നമുക്ക് തരും. ഈ നമുക്ക് ക്രിക്കെന്ന് കീറി തന്ന ഭാഗമാണ് പുറത്ത് പോയെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. അപ്പോൾ എന്താണ്, ദേവസ്വം ബോർഡ് അല്ല ഇത് ലീക്ക് ചെയ്ത്, ലാലേട്ടൻ പുറത്ത് വിട്ട സാധനമാണെന്നാണ് ഈ ദേവസ്വം ബോർഡ് പറയുന്നത്. ഇനി നമ്മൾ ഇതിനകത്തൊരു നല്ലൊരു പരിശോധന നടത്തുമ്പോഴത്തേനും ഫസ്റ്റ് ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് പുറത്ത് വന്നു എന്ന് പറയുന്ന സാധനത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേനും അതൊരു ബുക്കായിട്ട് തന്നെയാണ് നമുക്ക് കാണുന്നത്. ഇങ്ങനെ തുറന്നിട്ട് ഇപ്രാവശ്യമാണ് കാണിക്കുന്നത്. മേ ബി അത് വൈഫിൻ്റെ പേരിലും ചെയ്തത് കൊണ്ടാകാൻ 2 വന്നിരിക്കുന്നത്. എന്തായാലും ഇത് ആ ദേവസ്വം ബോർഡിൻ്റെ ആ കൂപ്പൺ ബുക്കിനകത്തുനിന്ന് എടുത്തൊരു ഫോട്ടോ പോലെ നമുക്ക് ഒറ്റ നോട്ടത്തിലൊന്ന് ഫീൽ ചെയ്യും. യാഥാർത്ഥ്യം നമുക്കറിയത്തില്ല കേട്ടോ, നമുക്ക് ഊഹാപോഹങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ സ്വാഭാവികമായിട്ടും ലാലേട്ടൻ വരുന്നു, റസീദ് എഴുതുന്നു, മമ്മൂക്കയുടെ പേരിൽ എഴുതുന്നു, ഒരു ഫോട്ടോ എടുത്തേക്കാം എന്ന് അവിടെ ഇരുന്ന ഒരാൾ ചിന്തിച്ചിട്ടുണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഈ ഭക്തർക്ക് കൊടുക്കുന്ന കോപ്പി തന്നെയാണ് വന്നത്. പക്ഷേ ഭക്തനാണോ ഇത് പുറത്ത് വിട്ടതെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല. ഇനി ഇതിൻ്റെ തന്നെ ഒരു കാർബൺ കോപ്പി, അതായത് ഒരു രസീത് എഴുതുമ്പോഴത്തേനും ഒരു പീസ് കീറി നമ്മുടെ ഭക്തന് കൊടുക്കും, മറ്റൊരു പീസിൻ്റെ അടിയിൽ കാർബൺ പേപ്പർ വെച്ചിട്ട് ഇവർ പതിപ്പിക്കുമല്ലോ, ആ പതിപ്പിച്ച സാധനം ഒന്ന് പുറത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കാണാമേ. ഇത് ഒരു നല്ല കാര്യം ഒരാൾ ചെയ്യുന്നു, അത് പിന്നീട് ഒരുപാട് വൈറലായി മാറുമ്പോൾ അതൊരു തരം വിമർശനത്തിന്റെ വഴിയിലേക്കൊക്കെ തന്നെ പലരും പല രീതിയിൽ പ്രതികരിക്കുന്നു. അത് വലിയ ഖേദകരം എന്ന് തന്നെ വേണം പറയാൻ. പക്ഷേ ഇപ്പോൾ ഈ വിശദീകരണം ഓക്കെ, അതാണ് ആ കാർബൺ കോപ്പി വന്നിരിക്കുന്നത്. അപ്പോൾ കാർബൺ കോപ്പിയും പുറത്തു വന്നു, ഒറിജിനൽ സാധനവും പുറത്തു വന്നു. ഇതൊരിക്കലും ലാലേട്ടനെടുത്ത് ലീക്ക് ചെയ്തതല്ല. അതേസമയം ദേവസ്വം ബോർഡ് പറയുന്നത് ഭക്തന് കൊടുത്ത കോപ്പിയാണ് പുറത്തു വന്നതെന്നുള്ളതാണ്. പക്ഷേ ഭക്തന് കൊടുത്ത കോപ്പി ഫോണിലുള്ള പച്ചക്ക് എന്നൊരു ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല, അത് പുറത്ത് വിടുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലാലേട്ടൻ വരുന്നു, മമ്മൂക്കയുടെ പേരിൽ നടത്തുന്നു, ലാലേട്ടൻ എടുത്ത ഒരു ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇനി നമ്മൾ ഇത് മാത്രമല്ല ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ആരാണിത് ഫസ്റ്റ് ലീക്ക് ചെയ്തതെന്ന് കണ്ടുപിടിച്ചാൽ ഇത് ലാലേട്ടൻ്റെ സൈഡിൽ നിന്ന് ലീക്ക് ആയതാണോ ദേവസ്വത്തിൻ്റെ സൈഡിൽ നിന്ന് ലീക്ക് ആയതാണോ എന്ന് പറയാൻ പറ്റും. ബേസിക്കലി ഈ ദേവസ്വത്തിൻ്റെ സൈഡിൽ നിന്ന് ലീക്ക് ആയതെന്ന് പറയാൻ പറ്റത്തില്ല. അവർ എഗ്രി ചെയ്യത്തില്ല, അവർ സമ്മതിച്ചു തരത്തില്ല ഇത് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ലീക്ക് ആയെന്ന്. എന്തോ ആട്ടെ, എന്തെങ്കിലും ആവട്ടെ, അത് ആരോ ലീക്ക് ചെയ്തിട്ട് സംഭവം എന്തായാലും ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവത്തെ, ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു. ഇത് പ്രാർത്ഥിച്ച ആൾക്കും കുഴപ്പമില്ല, പ്രാർത്ഥന സ്വീകരിച്ച ആൾക്കും കുഴപ്പമില്ല, ദൈവത്തിനും കുഴപ്പമില്ല. കുഴപ്പമുള്ള കുറച്ച് ആളുകളുണ്ട്. ഒരു ജേർണലിസ്റ്റ് ഉണ്ട്, ഈ പുള്ളിക്കാരൻ ഇട്ടൊരു കുറിപ്പ് ഞാൻ വായിക്കാം. മമ്മൂട്ടിയുടെ അബ്ദുള്ള കേട്ടോ, മമ്മൂട്ടിയുടെ അറിവോട് കൂടിയാണ് മോഹൻലാൽ ഇത് ചെയ്തതെങ്കിൽ മമ്മൂട്ടി തൗബ ചെയ്യണം, മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയുകയും വേണം. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മമ്മൂട്ടി എന്ന് പറയുന്ന ആൾ മുസ്ലിം ദൈവത്തിൽ വിശ്വസിക്കുന്ന, ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവോട് കൂടിയാണ് ലാലേട്ടൻ ഹിന്ദു ദൈവത്തിൽ പോയി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മമ്മൂക്ക അത് മുസ്ലിം ദൈവങ്ങളെ, ഇസ്ലാം ദൈവങ്ങളെ അപമാനിക്കുന്ന പോലെയാണ് മാപ്പ് പറയണമെന്ന് പറഞ്ഞത്. ഞാനൊരു ക്രിസ്ത്യനാണ്. അപ്പോൾ എൻ്റെ വിശ്വാസപ്രകാരം ഏകദൈവ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഈ ഇസ്ലാം മതത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഏകദൈവ വിശ്വാസമാണുള്ളത്. അതായത് നമ്മുടെ ഒരു കോൺസെപ്റ്റ് പ്രകാരം മറ്റ് ദൈവങ്ങളൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഹിന്ദുസിന് നോക്കുമ്പോഴത്തേന് അവർക്ക് ഒരുപാട് ദൈവങ്ങളില്ലേ, ഇതാണ് വ്യത്യാസം. അപ്പോൾ ഏകദൈവത്തെ വിശ്വസിക്കുന്ന ഞാൻ അതായത് എൻ്റെ കോൺസെപ്റ്റിൽ ഇത് മാത്രമാണല്ലോ ദൈവം. അപ്പം മറ്റൊരാളിൽ പ്രാർത്ഥിക്കുമ്പോഴത്തേനും അത് തെറ്റാണ്, നമ്മുടെ കമ്മ്യൂണിറ്റി മൊത്തം അപമാനിച്ചു എന്നാണ് ഈ അബ്ദുള്ള പറഞ്ഞു വെക്കുന്നത്. ഇനി ഈ അബ്ദുള്ളയെ പോലെ വിഷം ചീറ്റുന്ന ആളുകൾ പറയുന്നത്, ഈ പോസ്റ്റ് ഡിലീറ്റ് ആക്കി കേട്ടോ. ഈ പോസ്റ്റ് വന്നു, ഇത് ഭയങ്കരമായിട്ട് വൈറലായി, ആൾക്കാർ ഭയങ്കരമായിട്ട് വിമർശനം നടത്താൻ തുടങ്ങി. അതേ തുടർന്ന് അദ്ദേഹം പോസ്റ്റ് മുക്കിയിട്ട് കണ്ടം വഴി ഓടിയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഓക്കെ, അയാളുടെ അറിവോടോ അറിവില്ലാതെയോ പ്രാർത്ഥിക്കുന്നു. അതപ്പോൾ എങ്ങനെയാണ് അയാൾ ചെയ്ത തെറ്റാകുന്നത്? ഇപ്പോൾ ഞാൻ ചെയ്ത തെറ്റാണെന്നല്ല, ഇവരെ തന്നെ എക്സാമ്പിൾ വെച്ചറിയാം. ലാലേട്ടൻ മമ്മൂക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അതെങ്ങനെയാണ് മമ്മൂക്കയുടെ തെറ്റാകുന്നത്? അറിവോടെയാണെങ്കിലും അല്ല, മമ്മൂക്ക പറയും ഇല്ല, ഞാൻ ഇന്ന ദൈവത്തിൽ മാത്രമാണ് വിശ്വസിക്കുന്നത്, മറ്റൊരു ദൈവത്തിലും എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കരുതേ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് പ്ലീസ്, ഞാൻ ആ ദൈവത്തെ അല്ല വിശ്വസിക്കുന്നത് എന്ന് പറയണമെന്നാണോ താങ്കൾ പറയുന്നത്? നിങ്ങളെപ്പോലെ കുറേ ആളുകൾ മതം തലയ്ക്ക് കയറ്റി മതഭ്രാന്തായി നടക്കുന്നതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പകുതി പ്രശ്നങ്ങളുണ്ടാകുന്നത്. ആൾക്കാർ
ആൾക്കാരെ മനുഷ്യന്മാരായിട്ട് കാണും. അവരവിടെ പോയി പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ. അവിടെ പോയി വല്ല തീവ്രവാദവും ചെയ്തെങ്കിലല്ലേ നമ്മൾ ഈ പറയുന്നത് ഈ കാര്യമുള്ളൂ. ഒരാൾക്ക് നന്മ ഉണ്ടാകണമെന്ന് മറ്റൊരാൾ ചിന്തിക്കുന്നത് അത് ആരുടെ തെറ്റാണിത്? ഇതിനകത്ത് മമ്മൂക്ക എങ്ങനെ കുറ്റം പറയാൻ പറ്റും, ലാലേട്ടൻ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? അവരുടെ സൗഹൃദമാണ്. സുഹൃത്തെ O. അബ്ദുള്ള സാറേ, താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ഇവിടെ ഒരുപാട് മതങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളപ്പോൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഇസ്ലാം മതം മാത്രം സ്വീകരിക്കുന്ന രാജ്യങ്ങളിലേക്ക് നിങ്ങളൊന്ന് പോയി തന്നിരുന്നെങ്കിൽ ഉപകാരമായേനെ. കാരണം ഞങ്ങളിവിടെ കുറച്ച് പേര് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. അത് നശിപ്പിച്ച് തരരുത്. ഇപ്പോൾ ഞാൻ മറ്റു മതത്തിലുള്ള എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് എൻ്റെ മനസ്സാണ്. ഞാൻ മറ്റു മതത്തിലുള്ള ഒരാളോട് പ്രാർത്ഥിക്കുമ്പോൾ അയാൾ പ്രാർത്ഥിക്കരുത്, ഞാൻ എൻ്റെ ദൈവത്തെ മാത്രമേ വിശ്വസിക്കത്തുള്ളൂ, എൻ്റെ ദൈവം കൊള്ളൂല എന്ന് പറയാതിരിക്കുന്നതാണ് അവൻ്റെ ബോധവും വിവരവും പൊക്കണമൊക്കെ. ഇത് രണ്ടും അറിയാതെ ഇങ്ങേരെ പോലെ കുറേ എണ്ണം ഇറങ്ങിയിട്ട് മതം എന്നൊക്കെ പറഞ്ഞുകൊണ്ടങ്ങ് ഇറങ്ങും. ഇതൊക്കെ എന്ത് ചെയ്യാനാണെന്നറിയത്തില്ല. ഏതായാലും ഈ പോസ്റ്റെല്ലാം ഡിലീറ്റ് ചെയ്ത് ആശാൻ സൈബർ ബുള്ളിയും പേടിച്ച് കണ്ടം ഓടിയിട്ടുണ്ട്. അതിൽ ഇതൊക്കെ നല്ല രീതിയിൽ വാർത്തയായിട്ടുണ്ട്. അവർക്ക് തമ്മിലുള്ള സൗഹൃദം, അല്ലെങ്കിൽ മമ്മൂക്കയും ലാലേട്ടനും തമ്മിലുള്ള ആ ഒരു അടുപ്പം, നമുക്കിടയിൽ ആ ഒരു സ്നേഹവും സൗഹൃദവും അവർ നമ്മൾ കാണിച്ചു തരുമ്പോഴത്തേനും ഇതുപോലെ കുറേ എണ്ണം അതിനകത്തുനിന്ന് വിവാദം ഉണ്ടാക്കാനും അതിനകത്ത് മതം കുത്തിക്കയറ്റാനും സമ്മതിക്കണം. നിങ്ങളെ കൊണ്ട് പറ്റും ഇതൊക്കെ. നിങ്ങൾ മതത്തിൽ വിശ്വസിച്ചോളൂ, നിങ്ങളൊരു മതത്തിൽ വിശ്വസിച്ചോളൂ, യാതൊരു പ്രശ്നമില്ല. ബാക്കിയുള്ളവൻ്റെ നെഞ്ചത്തൊട്ട് കയറാൻ വരരുത് ഈ മതത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട്. ഏതായാലും മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ബന്ധങ്ങൾ നന്നായി തുടരട്ടെ. എമ്പുരാൻ ഇറങ്ങുമ്പോൾ നമുക്ക് പോയി കാണാം. അതിനകത്ത് മമ്മൂട്ടി ഉണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഏതെങ്കിലും കമൻറ്റുകളെ രേഖപ്പെടുത്തു. മമ്മൂട്ടിയുടെ ആരോഗ്യം എത്രയും പെട്ടെന്ന് മെച്ചപ്പെട്ടെ. ഏതായാലും ഈ വിഷയത്തിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഏത് വിഷയത്തെക്കുറിച്ച്? ഈ മതത്തിൻ്റെ പേരിൽ ഇമാതിരി വിഷം തുപ്പുന്ന കുറേ പൊട്ടന്മാരെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റുകളെ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ടാണ് വരെ. ബൈ.